നോക്കുമ്പോൾ ടിൻഡു ലൂക്കയുടെ കരിയറിൽ ഏറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അനുഭവ സമ്പത്തും 2014 ഇഞ്ചിയോൺ ഏഷ്യൻ ഗെയിംസിൽ വെള്ളിയും 2015 ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണവും നേടിയാണ് ടിൻഡു റിയോയിലെത്തുന്നത്. സീസണിലെ മികച്ച സമയം 2 മിനിറ്റ് 0.61 സെക്കൻഡാണ്. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ ഇതിലും മികച്ച സമയം ടിൻഡു കണ്ടെത്തിയിരുന്നു. 1 മിനിറ്റ് 59.69 സെക്കൻഡിലാണ് ടിൻഡു സെമിയിൽ ഫിനിഷ് ചെയ്തത്. പക്ഷേ ഫൈനലിലേക്ക് യോഗ്യത നേടാനായിരുന്നില്ല. ഇത്തവണ ഫൈനലിലെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ടിൻഡു. കഴിഞ്ഞ ഒളിമ്പിക്സിൽ 11ാമത് വരാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം ഫൈനലിൽ കയറും. എന്തായാലും തീർച്ചയായും നല്ലൊരു പെർഫോമൻസ് ചെയ്യാൻ പറ്റും. 159 കുറഞ്ഞുകൂടും തന്നെയാണ് വിശ്വാസം. പരിശീലക PT ഉഷയ്ക്കും ഇതേ പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ ഒരു 159 റേഞ്ചാണ് കൂടുതലും ആൾക്കാർ ഓടുന്നത്. അതിലൊരു 2-3 പേര് 156 റേഞ്ച് ഉണ്ടെങ്കിലും ബാക്കി കൂടുതൽ ആൾക്കാരും 59 റേഞ്ചാണ്. അപ്പോൾ ഒരു 59ൽ കുറഞ്ഞോടാനുള്ള ഫോമൊക്കെ ടിൻഡുവിൻ്റെ അടുത്തുണ്ട്. റിയോയിൽ 3ാമത്തെ ഹീറ്റ്സിലാണ് ടിൻഡു മത്സരിക്കുക. വൈകിട്ട് 7:40 മത്സരം. ദക്ഷിണാഫ്രിക്കയുടെ കാസ്റ്റസെമിനെ ഉൾപ്പെടെ അനുഭവ സമ്പത്തുള്ളവരാണ് റിയോയിൽ മത്സരിക്കുന്നവരിലേറെയും. സെമി ഫൈനൽ വെള്ളിയാഴ്ചയും ഫൈനൽ ഞായറാഴ്ചയും നടക്കും. ഒളിമ്പിക്സ് ഡെസ്ക്, മീഡിയ 1.